കൂട്ടുകാർക്കിടയിലുള്ള ബോഡി ഷേമിങ് അത് പിന്നെ കുറച്ചുകൂടി നോർമലാണെന്നുള്ളത് അത് ഇത്തിരി കണ്ടീഷൻ ചെയ്യല്ലേ നമ്മളിപ്പോഴത്തെ കുട്ടികൾ. നമ്മൾ അവർക്ക് ബോധം പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ആക്ച്വലി നമ്മൾ ഒരു വരുന്ന ജനറേഷനെ പ്രിപ്പയർ ചെയ്യുന്ന ഉത്തരവാദിത്തം കൂടിയുള്ള ആളുകളല്ലേ. ആദ്യ പുരാതന കാലം തൊട്ടേ മനുഷ്യരിങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്ന്. ആ ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ പിറകിൽ കുറേ കോർപ്പറേറ്റ് സംഭവങ്ങളും തിയറീസും പരിപാടിയൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ എൻ്റെ മക്കളിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ജെൻഡറിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് സയൻറ്റിഫിക്കലി ബയോളജിക്കലി 2 ജെൻഡറേ ഉള്ളേ, പിന്നെയുള്ളത് അനോമലീസാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആണ് സോഷ്യൽ കണ്ടീഷനിങ് വേറെയാണ്, സയൻറ്റിഫിക് ഫാക്ട്സ് വേറെയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഫാക്ച്വലി പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന ഒരാളാണ്. അല്ല, എനിക്കതൊരു ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ഈ LGBTQ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ കാരണം സ്വഭാവം മാറിപ്പോകുന്നവർ, അവരെയൊക്കെ നമ്മളിപ്പോൾ ഏത് ഗണത്തിൽപ്പെടുത്തും? ഒരു വിഷയവുമില്ല, അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ്സ് ദെയർ പ്രോബ്ലം. അത് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സന്തോഷങ്ങൾ. അവരും നമ്മളുടെ കൂടെയുള്ള മനുഷ്യജീവികൾ തന്നെയാണ്, അവരെ അംഗീകരിക്കണം. ബട്ട് ബയോളജിക്കലി 2 ജെൻഡേഴ്സേ ഉള്ളൂ. ദാറ്റ് സയൻസ്. ഓക്കെ, XXും XYയും. മനസ്സിലായോ? ആ സയൻറ്റിഫിക് നോളജിൽ ഉറച്ച് നിന്നുകൊണ്ട് വേണം ഇവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ആരെയും തള്ളിക്കളയരുത്. പക്ഷെ സയൻറ്റിഫിക് ഫാക്ട്സിനെ നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് ആ മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്, അവരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ മറ്റേ ഷോ ഓഫിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ന്യൂ ട്രെൻഡാണ്, ആ പരിപാടി ചെയ്യരുത്. അങ്ങനെ ഒരു ട്രെൻഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതല്ല ചെയ്യേണ്ടത്. ഈ മഴവിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനോട് കൂടി ചേർക്കുന്ന എന്താ സംഭവം? ഇപ്പം LGBTQ+ ഒരു സിമ്പിളായി അറിയപ്പെടുന്നത് റെയിൻബോ ആണല്ലോ. എല്ലാ സ്പെക്ട്രത്തിലുമുള്ള ജെൻഡറുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലൊക്കെ തന്നെ ഈ മഴവിൽ എന്ന് പറയുന്ന ഐക്കൺ പ്ലേസ് ചെയ്യുന്ന എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൻ്റെ സംഭവം മഴവിൽ ഈ സാധനം ഒന്നും ആക്ച്വലി ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. അങ്ങനെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വുമൺ എന്നൊരു പുരുഷൻ, ഐ മീൻ സ്ത്രീയായിട്ട് ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു പുരുഷ ജെൻഡർ പറയുന്ന പോലത്തെ ട്രെൻഡ് രൂപീകരിക്കപ്പെടുന്നത് സാബുമോൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ക്യാറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യരുണ്ട്, മനസ്സിലായേ? ഞാൻ റെപ്റ്റൈലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യരുണ്ട് ലോകത്ത്, മനസ്സിലായേ? റെപ്റ്റൈലാകാൻ വേണ്ടിയിട്ട് സ്വയം റെപ്റ്റൈലാകാൻ കംപ്ലീറ്റ് ടാറ്റു ചെയ്ത് നാക്കിനെ 2ആയിട്ട് മുറിച്ച് പിന്നെ പാമ്പിൻ്റെ പോലെ നാക്കാക്കിയിട്ട് ഐ എം എ റെപ്റ്റൈൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അയാൾ ഒരു മനുഷ്യനെന്നല്ല, നമ്മൾ അയാളോട് സംസാരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ആ മനുഷ്യൻ എന്താണ് എന്നുള്ളത്. നമ്മൾ കാഴ്ചയും പിന്നെ സോഷ്യൽ മീഡിയയിൽ സാധനം ഒന്നും വെച്ച് മനുഷ്യരെ ജഡ്ജ് ചെയ്യരുത്. മനുഷ്യരെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബേസിക്കലി ഹോമോസാപ്പിയൻസ് ആണ്, മനസ്സിലായേ? എന്നോട് ഒരാൾ വന്ന് പൂച്ചയാണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ ഹോമോസാപ്പിയൻസിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ സയൻറ്റിഫിക്കലി ഞാൻ എൻ്റെ മക്കൾക്കും എനിക്കറിയാവുന്ന മനുഷ്യർക്കും എനിക്കറിയാവുന്ന കുട്ടികൾക്കും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും 2 ഉള്ള XX XY. ബാക്കിയുള്ളത് അനോമലീസ് ഹാപ്പൻസ്, ഇറ്റ്സ് ദെയർ. പക്ഷേ ഈ പറഞ്ഞ റെപ്റ്റൈലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത മനുഷ്യരോട് എനിക്ക് യാതൊരു വൈരാഗ്യമോ പിന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൽ വിഷയമോ അൺടച്ചബിലിറ്റി ഒന്നുമില്ല. പക്ഷെ ഇതൊരു ട്രെൻഡാണ്, ഇതൊരു ഫാഷനാണ്, ഇതൊരു ന്യൂ പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന സാധനത്തിനകത്ത് ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. 3 പ്രാവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ള പാരലൽ വേൾഡ് എന്ന് പറഞ്ഞു. എന്താ സോഷ്യൽ മീഡിയ പാരലൽ വേൾഡ് ആവുന്നത്? കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം റിയൽ ലൈഫുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. കാരണം എനിക്ക് ഒരുപാട് ലൈഫ് ത്രെറ്റനിങ് സാധനങ്ങളൊക്കെ വരാറുണ്ട്. നീ എവിടെ ഉണ്ട്, നിന്നെ കൊന്നുകളയും, വീട്ടിൽ കയറി അടിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴല്ല, ലോങ് ബാക്ക്
അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കായിരുന്നു അങ്ങനെയാണ് എൻ്റെ വീട് ഇവിടെയാണ്, നിങ്ങൾ വാ എന്ന്. പക്ഷെ അവരാരും വരുന്നില്ല. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യുന്നോ എന്നുള്ളതാണ് എൻ്റെ മാറ്റർ. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ച് വരണ്ടേ, അവർ വരുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നില്ല. പക്ഷെ ഇവർ തെറി വിളിച്ച് ഓടികളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സാധനം ഒരു 6 വർഷം മുമ്പ് എൻ്റെ വീട്ടുകാരും എനിക്ക് ഹൃദയം കൊണ്ടെടുത്ത മനുഷ്യരെല്ലാം കൂടെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കളഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തോന്നുന്ന സമയത്ത് എൻ്റെ സർക്കിളിനകത്ത് ഞാൻ പറയും. അപ്പോൾ അവർ ഇന്ന് ചുമ്മാ ഇരിടാ, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാതെ എന്ന് പറയും. അത് ഞങ്ങൾക്കകത്ത് അങ്ങ് മെർജായി പോകും. അത് കഴിഞ്ഞു. ഈ പ്രാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു സാബുമോനുണ്ടല്ലോ, ഇപ്പൊ സുരാജിന്റെ കല്യാണത്തിന് പോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം അത് പ്രാങ്സ്റ്റർ അല്ല, അത് നമ്മൾ പറയത്തില്ല, നമ്മുടെ കൂട്ടത്തിനകത്ത് ഒരു അലമ്പൻ ഒരുത്തം കാണുമല്ലോ, അതാണ് ഞാൻ. അതിപ്പോഴും ഉണ്ട് അതേ ഫയർ. അതേ ഇതാണ്. എനിക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ. 23ാമത്തെ വയസ്സിൽ തലച്ചോറ് ബ്രെയിൻ സ്റ്റക്കായിപ്പോ ഒരാളാണ് ഞാൻ. തലച്ചോറ് സ്റ്റക്കായിപ്പോയി അവിടെ, അതിൽ നിന്ന് വളർന്നില്ല. ഇപ്പോഴും ഒരു സുഹൃത്ത് വലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തനെടുത്ത് കളിയാക്കി അയറി കയറ്റി ആനന്ദം കണ്ടെത്തുന്ന സാബുമോൻ ഇപ്പോഴും ഉണ്ട്. ഞാനല്ല ആനന്ദം കണ്ടെത്തുന്നത്, ബാക്കിയുള്ളവരാണ് ഞാൻ കൊടുക്കുന്നതിനകത്ത്. പിന്നെ എനിക്കിപ്പം 2 മക്കളുണ്ട്. അപ്പം ആസ് എ പാരൻറ്റ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അവർ ഉത്തരവാദിത്തമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവരെ നോക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായേ. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ഓരോന്നിങ്ങനെ പറയും, എനിക്ക് ഇന്നത് വേണം എന്ന് പറയും. അവരത് ചെയ്തു തരും. കാരണം അവർക്കാണ് എൻ്റെ ഉത്തരവാദിത്വം വേണ്ടത്. ഒരു സുഖലോലിപനാണ്. തീർച്ചയായും. ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. വന്നുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, എനിക്ക് താഴെ കൊണ്ടുവന്നത് കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ സ്കൂൾ വിട്ട് പിള്ളേർ വന്നിട്ട് അവർ സ്കൂൾ വിട്ട് വന്ന് കയറിയോണ്ട് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് കൊണ്ട് അയൺ ചെയ്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞ് അതുങ്ങൾ അതുവഴി ഓടി അത് കൊണ്ട് അയൺ ചെയ്ത് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്നാക്സ് വേണം, താഴത്തെ ബേക്കറി ചെന്ന് സ്നാക്സിന് അതും വാങ്ങിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് അവർ ചോദിച്ചു ഫുഡ് വേണമെന്ന്. ഞാൻ ഫുഡ് വേണ്ട പറഞ്ഞു. അവർ പക്ഷെ എന്തെങ്കിലും കഴിച്ചാണ് ക്യാൻറ്റീനിൽ നിന്ന്. ഇതൊരു ഇപ്പോൾ പാരൻ്റായി 2 കുട്ടികളുടെ അച്ഛനായി 40 കഴിഞ്ഞു. ഇല്ല 23. അല്ല, റെക്കോർഡിങ്ങിൽ 40 കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും ഇല്ല, മാറ്ററേ അല്ല. ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടൊരു മനുഷ്യനാണ്. എൻ്റെ കൂടെ ഉള്ളവർ എൻ്റെ സുഹൃത്ത് വലയവും എൻ്റെ കുടുംബവും എല്ലാം ഞാൻ സന്തോഷമായിട്ട് പോകുന്നതിനകത്ത് കാണുന്നത് അവർക്ക് സന്തോഷമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ തന്നെ നിൽക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമയിലേക്ക് ആളെ എടുക്കുന്ന എന്നൊരു പരസ്യം നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് അതിലൊരുത്തൻ്റെ ഫോട്ടോ ഇവന് കാമുകയില്ല, അവൻ കല്യാണം കഴിച്ച അവളോട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതെ, അങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്തൊരു സാബു ഉണ്ടല്ലോ. ഇപ്പൊ സിനിമാ താരമായി, റിയാലിറ്റി ഷോ ജഡ്ജാണ്, ബിഗ് ബോസ് വിന്നറാണ്. ഇപ്പോഴും അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ ധൈര്യമുള്ള ഒരു സാബു ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പിന്നെ ഇപ്പോഴും കൊടുക്കുമല്ലോ പണി പലർക്കും. പേരുകൾ വെളിപ്പെടുത്താതെ ഒരെണ്ണം പറയാം. ഇല്ല, വേണ്ട. അത് നമ്മുടെ ഫ്രണ്ട്സ് വലയത്തിനകത്ത് തെറിവിളി വീഴും. അതുകൊണ്ട് അതങ്ങനെ ഇത് അല്ലാതെ ലൈഫിൽ എന്ത് രസമെന്ന് സുഹൃത്തുക്കൾ കൂടുമ്പോൾ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു പല പൊസിഷൻസിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞോ അവൻ കമ്മീഷണറാണ് അതുകൊണ്ട് ഞാൻ ബഹുമാനിക്കാവുന്ന മരണമാണ് ഫ്രണ്ടി വന്ന് വീഴുന്നതിൻ്റെ അന്ന്. ദീർഘനേരമുള്ള ഈ ഒരു സംഭാഷണം ഒരുപാട് നന്ദിയുണ്ട് അതിന്. സന്തോഷം. ഇനിയും പുതിയ ഷോകൾ, വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ കൂടി ശോഭിക്കാൻ സാധിക്കട്ടെ. ഒരു പ്ലാനും ഇല്ലാത്ത ഈ ഒരു ജീവിത രീതി ഉണ്ടല്ലോ, അതും തുടരാൻ പറ്റട്ടെ. അത് തുടർന്നാൽ മാത്രമേ നമ്മുടെ തലച്ചോറിനകത്ത് എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കണ്ടീഷൻഡായി പോകും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം.